എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു ചെറുപയർ കറി ഉണ്ടാക്കാം. തേങ്ങയൊന്നും അരയ്ക്കാതെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചെറുപയർ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയറാണ്. ഇതൊരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഒരു കപ്പ് ചെറിയ ഡവറയ്ക്ക് ഒരു ഡവറയെ ഇത്രയും പച്ചക്കറിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടണേ. ഒരു ക്യാരറ്റ് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞത്, ചെറിയ 2 സവാളയാണ്, അത് ഈ വലുപ്പത്തിൽ അരിഞ്ഞു, ഒരു തക്കാളി, ഒരു 2-3 പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്. നമുക്ക് ഈ കൂട്ടുകളെല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടാതെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ടു. ഇനി നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മീറ്റ് മസാലയോ ചിക്കൻ മസാല ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് 1 ടീസ്പൂണും ഇത്ര കേട്ടോ, അതും കൂടെ ഇടുക. നമ്മൾ വളരെ പെട്ടെന്ന് ആക്കാമെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കൂട്ടാനാക്കാം. നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാതെ രാവിലെയൊക്കെ ആണെങ്കിൽ ഒരു ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ രാവിലെ നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് വേഗം ഇതുപോലെ ഒരു കൂട്ടാൻ തയ്യാറാക്കാൻ പറ്റും. നല്ല സാധാരണ നമുക്ക് തേങ്ങ ഒന്നും അരയ്ക്കാൻ നല്ല തിക്കായിട്ടുള്ള ചാറാവും. നമുക്ക് എന്താണ് അതിന് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാതെ 1 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. അത് മതി. അതിന് മൂടി നിൽക്കും പോലെ വെള്ളം നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസിൽ വന്നാൽ നമുക്ക് അതിലേക്ക് ഇച്ചിരി മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് തീ കത്തിക്കാവേ. ഒരു വിസിൽ വന്നാൽ നമ്മുടെ കൂട്ടാൻ റെഡിയാവും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വറവിടാതെ ചൂടായ കട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുവും കൂടി ഇടാം. കടുക് പൊട്ടിയിട്ട് കൊച്ചുള്ളിയും ചുവന്നുമുളകും കറിവേപ്പില ഇടാതെ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും അരയ്ക്കാതെ വെറും ഒരു കൂട്ട് മാത്രം ഇട്ട് നല്ല രാവിലെ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിനകത്ത് കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും വേണ്ട. ഒരു ഇച്ചിരി നേരം പയർ നനയായിടണമെന്ന് മാത്രമേ ഉള്ളൂ. ആ പയറൊന്ന് കുതിർന്ന് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി ഇടുക, മസാലപ്പൊടി ഇടുക, വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, വേവിക്കുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം.